ബി.സി. 216 ഓഗസ്റ്റ് 2-ന് ദക്ഷിണ ഇറ്റലിയിലെ കാനേ എന്ന ചെറിയ പട്ടണത്തിന് സമീപം ഹാനിബാൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയക്കൊടി പാറിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും എണ്ണത്തിൽ കുറവായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ കൂലിപ്പട്ടാളക്കാർ റോം ഇതുവരെ യുദ്ധക്കളത്തിലിറക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യത്തെ തകർത്തെറിഞ്ഞിരുന്നു. രക്തപ്പുഴ ഒഴുകിയ ആ യുദ്ധം ലോകചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പോരാട്ടങ്ങളിലൊന്നായി രേഖപ്പെടുത്തപ്പെട്ടു. റോമൻ ചരിത്രത്തിൽ തുടർന്നുള്ള എല്ലാ പരാജയങ്ങളുടെയും അളവുകോലായി കാനേ മാറി. ആ ദുരന്തം പിന്നീട് 600 വർഷങ്ങൾക്ക് ശേഷമാണ് മറികടക്കപ്പെട്ടത്. യുദ്ധഭൂമിയിൽ നിന്ന് അവശേഷിത്ത മരവിച്ച റോമൻ സൈനികർ ചിതറിപ്പോയി. ന്യൂമീഡിയൻ കുതിരപ്പടയിൽ നിന്ന് രക്ഷപ്പെട്ട 70ഓളം പേരുമായി വാറോ വീനൂസിയയിൽ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം കാനോസിയത്തിൽ 19കാരനായ പബ്ലിയസ് സ്കിപ്പിയോ എന്ന ട്രൈബ്യൂൺ മറ്റു 3 ട്രൈബ്യൂണുമാരുമായി ചേർന്ന് 3000ഓളം സൈനികരെ ഒരുമിപ്പിച്ചു. ആ മഹാദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആ യുവാവിന്റെ വാക്കുകൾ സൈനികരിൽ ആവേശം നിറച്ചു. പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ പോലും അയാൾ മടിച്ചില്ല. റോമിനെ ഒറ്റിക്കൊടുക്കില്ലെന്ന് അവരെക്കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചു. തുടർന്നു വന്ന ദിവസങ്ങളിൽ 10,000ഓളം സൈനികർ കനൂസിയത്തിൽ അഭയം തേടി. വാറോ അവരുടെ നേതൃത്വസ്ഥാനമേറ്റെടുത്തു. എന്നാൽ എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം ഒന്നുമാത്രം: ഇനി ഹാനിബാൾ എന്തു ചെയ്യും? യുദ്ധം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടിട്ടും കാർത്തേജിയൻ സൈന്യം റോമൻ ക്യാമ്പുകളിൽ കൊള്ളയിടു തുടർന്നു. അവർ 19,300 തടവുകാരെ പിടികൂടി. വീണുവീണ പോരാളികൾക്ക് ഹാനിബാൾ ഉചിതമായ അന്ത്യകർമ്മങ്ങൾ നൽകി. പൗലോസിന് മാന്യമായ ശവസംസ്കാരവും ഒരുക്കി. എന്നാൽ മരിച്ചുവീണ റോമൻ സൈനികരുടെ മൃതദേഹങ്ങൾ ആ സൂര്യതാപത്തിൽ അഴുകാൻ വിട്ടു. യുദ്ധക്കളത്തിൽ 50,000-ലധികം സൈനികർ മരിച്ചു വീണപ്പോൾ കാനേയിലെ ഒരു വില്ലയിൽ കാർത്തേജിയൻ നേതാക്കൾ യോഗം ചേർന്നു. അവർ തളർന്നിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ വേർതിരിച്ചു. ഹാനിബാളും ചില ഉദ്യോഗസ്ഥരും സൈന്യത്തിന് വിശ്രമം നൽകാനും ദക്ഷിണ ഇറ്റലിയിലെ അടുത്ത നീക്കങ്ങൾക്ക് തയ്യാറാകാനും ആഗ്രഹിച്ചു. എന്നാൽ വിഖ്യാതനായ കുതിരക്കടത്തലവൻ മഹാബൽ ഉടനടി റോമിലേക്ക് നീങ്ങണമെന്ന് വാദിച്ചു. 5 ദിവസത്തിനകം തലസ്ഥാനത്തേക്ക് ന്യൂമീഡിയക്കാരെ നയിക്കുമെന്ന് അദ്ദേഹം ആവേശത്തോടെ പ്രഖ്യാപിച്ചു. ഹാനിബാളിനോട് അദ്ദേഹം രോഷാകുലനായി പറഞ്ഞു: ദൈവങ്ങളെല്ലാം ഒരാൾക്ക് നൽകില്ല. വിജയിക്കാൻ നിനക്കറിയാം ഹാനിബാൾ, പക്ഷേ വിജയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്കറിയില്ല. ഈ വാക്കുകൾ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ മാർഗമില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്: റോം 400 കിലോമീറ്റർ അകലെയായിരുന്നു. കഠിനമായ ഒരു യുദ്ധം കഴിഞ്ഞ് വീണ്ടും ഒരു നീണ്ട യാത്ര ദുരന്തത്തിലേക്ക് നയിക്കുമായിരുന്നു. മാത്രമല്ല, വരും ആഴ്ചകളിൽ 4 ലീജിയൻ സൈന്യത്തെ കൂടി സജ്ജീകരിക്കാൻ റോമൻ സെനറ്റ് അടിയന്തര തീരുമാനമെടുത്തു. കുറ്റവാളികളെയും അടിമകളെയും 16-17 വയസ്സുള്ള ആൺകുട്ടികളെപ്പോലും നിർബന്ധിച്ച് സൈനികരാക്കി. അവർ ഒരു വലിയ യുദ്ധത്തിന് പര്യാപ്തരായിരുന്നില്ലെങ്കിലും റോമിന്റെ പ്രതിരോധ മതിലുകൾ കാക്കാൻ അവർ മതിയായിരുന്നു. നേരത്തെ സിസിലിക്ക് ശക്തി പകരാൻ നിയോഗിച്ച പ്രീറ്റർ മാർക്കസ് ക്ലോഡിയസ് മാസലസിനെ കാനേ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട സൈനികവാഹിനിയുമായി ചേരാനായി ക്യാമ്പെയിനിയിലെ സഖ്യകക്ഷികളുടെ ആത്മവിശ്വാസം വളർത്താൻ അയച്ചു. റോമിലേക്ക് നീങ്ങിയാൽ ഹാനിബാൾ 2 റോമൻ സൈന്യങ്ങൾക്കിടയിൽ അകപ്പെടും. വരും മാസങ്ങളിൽ റോമൻ സെനറ്റ് അണിനിരത്തുന്ന രക്ഷാസൈന്യത്തെയും അദ്ദേഹത്തിന് പ്രതിരോധിക്കേണ്ടിവരും. റോമിന്റെ വലിയ മനുഷ്യശേതിക്ക് മറികടക്കാൻ ഐബീരിയയിൽ നിന്നുള്ള സൈനികബലം ഹാനിബാൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതുവരെ സ്കിപ്പിയോ സഹോദരന്മാർ ഹസ്തുർബാലിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇതിനെല്ലാം പുറമെ കാർത്തേജിയൻ സെനറ്റിന്റെ മോശമാസൂത്രണവും വിതരണ ശൃംഖലയും കാര്യങ്ങൾ വഷളാക്കി. സ്പെയിനിലും ഇറ്റലിയിലുമുള്ള സൈനികർക്ക് ഭൂരിഭാഗവും ശമ്പളം നൽകിയിരുന്നത് ബാർസിറ്റ് കുടുംബത്തിന്റെ സ്വർണം കൊണ്ടായിരുന്നു. ഇതുവരെ കാർത്തേജിൽ നിന്ന് കാര്യമായ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നില്ല. ഈ ഏകോപനമില്ലായ്മ യുദ്ധശ്രമങ്ങൾക്ക് വലിയ തടസ്സമായി. തങ്ങളുടെ സൈന്യത്തിനും നാവികസേനയ്ക്കും സാമ്പത്തിക സഹായവും മറ്റു വിതരണ ശൃംഖലകളും ഉറപ്പാക്കുകയാണ് റോമൻ സെനറ്റ് ചെയ്തിരുന്നതിൽ നിന്ന് ഈ നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഹാനിബാളിനെ സഹായിക്കാനുള്ള ഒരേയൊരു ശ്രമം ബി.സി. 217 ട്രെസിമൻ യുദ്ധത്തിന് ശേഷം വടക്കേ ഇന്ത്യൻ കടലിലൂടെ സഞ്ചരിച്ച 70 കപ്പലുകൾ അടങ്ങിയ ഒരു കപ്പൽ വ്യൂഹമായിരുന്നു. എന്നാൽ ഏകോപനമില്ലാത്തത് കാരണം അവർക്ക് ഹാനിബാളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ആ കപ്പലുകളിൽ പലതും കോസ തുറമുഖത്തിനടുത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയ ഹാനിബാളിന് തന്റെ തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കവച്ചുവെക്കാൻ കഴിയുമെങ്കിലും ആവശ്യത്തിന് സൈനിക ബലവും വിതരണ ശൃംഖലകളും ഇല്ലാതെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതിനാൽ റോമിലേക്ക് നീങ്ങാനുള്ള തീരുമാനം എടുക്കാതിരുന്നത് ശരിയായ തന്ത്രമായിരുന്നു. ദക്ഷിണ ഇറ്റലിയിലെ സാഹചര്യം അനിശ്ചിതമായിരിക്കെ റോമൻ സൈന്യത്തിന്റെ മറ്റൊരു വിഭാഗം ഗോളിലെ ഗോത്രവർഗ്ഗക്കാരെ ശിക്ഷിക്കാൻ വടക്കോട്ട് നീങ്ങി. കാനയിലേക്ക് സൈന്യം പുറപ്പെട്ട ദിവസങ്ങൾക്കകം ഇറ്റാലിയൻ ഉപദ്വീപിലെ എല്ലാ ശത്രുക്കളെയും ഒറ്റയടിക്ക് നശിപ്പിക്കാനുള്ള സെനറ്റിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്.
രാഷ്ട്രീയക്കാരനും പടനായകനുമായ ലൂസിയസ് പോസ്റ്റുമിയസ് ആൽബിനസ് ആയിരുന്നു ഈ സൈന്യത്തെ നയിച്ചത്. 50 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ 10 വർഷം വിരമിച്ച ശേഷം ഈ പ്രതിസന്ധി കാലത്ത് വീണ്ടും സൈനിക സേവനം നേരിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 2 ലീജിയനുകളെയാണ് നൽകിയത്. മറ്റു സഖ്യകക്ഷികളെയും കൂട്ടി 25,000 പേരടങ്ങുന്ന ഒരു സൈന്യം ആൽബിനസിന് ഉണ്ടായിരുന്നു. ശത്രു സാന്നിധ്യം വടക്കുഭാഗത്ത് കൂടുതലാണെന്ന റിപ്പോർട്ടുകൾ കാരണം പോ താഴ്വരയിൽ വെച്ച് ഗോത്രവർഗ്ഗക്കാരെ നേരിടാൻ അദ്ദേഹം തയ്യാറെങ്കിലും ബോയി സൈന്യം ഇതിലുമടുത്തായിരുന്നു. ശത്രുക്കൾ നീങ്ങുന്ന പാതയുടെ അതിർത്തിയിടവർ നിലയുറപ്പിച്ചു. ഗോളുകൾ മരങ്ങൾ വെട്ടി വീഴാതെ നിലനിർത്തി. ഒരു ചെറിയ തള്ളിലിൽ അവ നിലം പതിച്ചേനെ. റോമൻ സൈന്യം കാട്ടുപാതയിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗോളുകൾ മരങ്ങൾ റോമൻ സൈനികത്തിന് നേരെ തള്ളിയിട്ടു. മരങ്ങൾ ഒന്നൊന്നായി വീണ് സൈനികരെയും കുതിരകളെയും കൊന്നൊടുക്കി. അവരുടെ ഉപകരണങ്ങൾ തകർത്തു. ആൽബിനസ് സൈനികരിൽ ഭൂരിഭാഗവും ഈ മരത്തടികൾക്കതിയിൽപ്പെട്ട് മരിച്ചു. കാട്ടിനുള്ളിൽ പതിഞ്ഞിരുന്ന ബോയി സൈന്യം പരിഭ്രാന്തരായ മറ്റുള്ളവരെ ആക്രമിച്ചു. റോമൻ പ്രതിരോധം ശക്തമായിരുന്നെങ്കിലും മറ്റിടങ്ങളിൽ അതൊരു ഏകപക്ഷീയമായ കൂട്ടക്കൊലയായിരുന്നു. അടിമത്തം ഒഴിവാക്കാൻ ശ്രമിച്ച അൽബിനസ് കൊല്ലപ്പെടുകയും തല അറുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ തല ബോയിയുടെ വിശുദ്ധ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. തലയോട്ടിയിൽ നിന്ന് തൊലി ഉരച്ചുകളഞ്ഞ് സ്വർണം പൂശി. അത് അവരുടെ പ്രധാന പുരോഹിതന്റെ മദ്യപാന പാത്രമായി ഉപയോഗിച്ചുവെന്ന ഐതിഹ്യങ്ങൾ പറയുന്നു. റോമൻ സൈന്യത്തിലെ ഒരു കൂട്ടം മുതിർന്ന സൈനികർ നദിക്ക് കുറുകെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബോയി സൈന്യം പാലം നേരത്തെ തന്നെ കീഴടക്കിയതിനാൽ അവരും പിടിയിലായി. വളരെ കുറച്ച് തടവുകാരെ മാത്രമേ അവർ പിടികൂടിയുള്ളൂ. വൻതോതിലുള്ള കൊള്ളയും അവർക്ക് ലഭിച്ചു. 25,000 സൈനികരിൽ വെറും 10 പേർ മാത്രമാണ് ആ യുദ്ധത്തിൽ അതിജീവിച്ചത്. കാനെ ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് സിൽവ ലിറ്റാനയിലെ ദുരന്തവാർത്തയും റോമിലെത്തിയത്. നഗരത്തിൽ പരിഭ്രാന്തി പടർന്നു. പരാജയ ചിന്തകൾ പരത്തുന്നവരെ പിരിച്ചുവിടാനും കടകൾ തുറക്കാനും റോമൻ സെനറ്റ് അടയിലുകളോട് ഉത്തരവിട്ടു. എന്നിരുന്നാലും ഗോളികൾക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. വാറോയെ പിസനൂമിലും എട്രൂരിയയിലും പുതിയ സൈന്യത്തെ രൂപീകരിക്കാൻ അയച്ചു. അടുത്ത ഏതാനും വർഷം 2 ലീജിയനുകളുടെയും സഖ്യകക്ഷികളുടെയും ചുമതല അദ്ദേഹത്തിനായിരുന്നു. മറ്റൊരു ഭാഗത്ത് ഐബീരിയയിൽ റോമൻ സൈന്യം മെച്ചപ്പെട്ട നിലയിലായിരുന്നു. BC 217 എബ്രോയിലുണ്ടായ പരാജയത്തിനു ശേഷം ഹസ്ദ്രുബാൽ ബാർഷാ തന്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ആഫ്രിക്കയിൽ നിന്ന് 4000 കാലാൾപ്പടയെയും 1000 കുതിരപ്പടയെയും നേടിയ ശേഷം സ്കിപ്പിയോ സഹോദരന്മാരെ നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ എബ്രോ യുദ്ധത്തിൽ ഭീരുത്വം കാണിച്ചതിന് അദ്ദേഹം ശിക്ഷിക്കുകയും തടവിലിടുകയും ചെയ്ത ചില സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിലേക്ക് രക്ഷപ്പെട്ടു. ടാർട്ടസി ജനങ്ങൾക്കിടയിൽ അവർ കലാപമുണ്ടാക്കുകയും കാർത്തേജിയൻ ധാന്യപ്പുരയും മറ്റു സാമഗ്രാസാമഗ്രികളും സൂക്ഷിച്ചിരുന്ന അസ്കുവ നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. വിമുഖതയോടെയാണെങ്കിലും അസ്ദ്രുബാലിന് തെക്കൂട്ട് നീങ്ങേണ്ടിവന്നു. അങ്ങനെ BC 216 എബ്രോയ്ക്ക് കുറുകെ മുന്നേറാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടിവന്നു. കലാപം ടാർട്ടേസിക്ക് പുറത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നെല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിച്ചു. അത് ഐബീരിയയിലെ കാർത്തേജിയൻ ഭരണം അസ്ഥിരപ്പെടുത്തുകയും ഹസ്ദ്രുബാലിന്റെ വിതരണ ശൃംഖലയെ തകർക്കുകയും ചെയ്യുമായിരുന്നു. യുദ്ധശ്രമങ്ങൾക്ക് നിർണായകമായ ചെമ്പ് വെള്ളി ഖനികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്യുമായിരുന്നു. വലിയ സംഖ്യ ഉണ്ടായിരുന്നിട്ടും ഹസ്ദ്രുബാൾ കലാപകാരികളുമായി ഏറ്റുമുട്ടുകയും ചുരുങ്ങിയ സമയം കൊണ്ടവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്താണ് കാനയിലെ വിജയവാർത്തയും ഇറ്റലിയിലെ സൈന്യവുമായി ചേരാൻ കാർത്തേജിയൻ സെനറ്റിന്റെ ഉത്തരവും അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ അദ്ദേഹം വളരെ തെക്കോട്ട് നീങ്ങിയതിനാൽ സൈന്യത്തിന് വിശ്രമം ആവശ്യമായി വന്നു. തണുപ്പുകാലം തുടങ്ങുന്നതിനു മുൻപ് എബ്രൂ നദിയിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ അപ്പോഴേക്കും റോമൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സമയം കഴിഞ്ഞിരുന്നു. ഈ അവസരം മുതലെടുക്കാൻ സ്കിപ്പിയോ സഹോദരന്മാർക്ക് കഴിഞ്ഞു. ഹസ്ദ്രുബാലിന്റെ അഭാവം മുതലെടുത്ത് അവർ ചില സെൽറ്റീബെരിയൻ ഗോത്രങ്ങളുമായി സഖ്യമുണ്ടാക്കി. ഇതിനു പുറമെ അവർ ഗോത്രങ്ങളിൽ നിന്ന് നിരവധി കൂലിപ്പടയാളികളെ നിയമിച്ചു. അടുത്ത വസന്തത്തിൽ എബ്രോയ്ക്ക് കുറുകെ തെക്കോട്ട് മുന്നേറാനും അവർ തയ്യാറെടുത്തു. ദക്ഷിണ ഇറ്റലിയിൽ മാസഡോണിയൻ പ്രതിനിധി സംഘം ഇറ്റാലിയൻ തീരത്തേക്ക് നീങ്ങുകയായിരുന്നു. കാനയിൽ ഹാനിബാലിന്റെ വിജയത്തെക്കുറിച്ച് കേട്ട മാസഡോണിയയിലെ ഫിലിപ്പ് അഞ്ചാമൻ ഹാനിബാലുമായി സഖ്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ഹാനിബാലിന്റെ ക്യാമ്പിലെത്തി. ചർച്ചകൾ അടുത്ത വേനൽക്കാലം വരെ നീണ്ടു. വരും മാസങ്ങളിൽ ഇറ്റലിയിലെ സ്ഥിതിഗതികൾ നാടകീയമായി മാറിയേറ്റിരുന്നു. ഇറ്റലിയിൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നിട്ടും
ഒരു പ്രതികൂല സാഹചര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഹാനിബാൽ വീണ്ടും തെളിയിച്ചു. അപ്പൈനൈൻസിന് കുറുകെ നടത്തിയ 1 വർഷം നീണ്ട യാത്രയിൽ അദ്ദേഹം വലിയൊരു ചാരശൃംഖലയെ വിന്യസിച്ചു. ഈ ശൃംഖല റോം എങ്ങനെയാണ് ആ പ്രദേശവുമായി ഇടപെടുന്നത് എന്ന് ക്രമേണ മനസ്സിലാക്കി. റോം ഒരു ഭരണാധികാരിയേക്കാൾ ഉപരിയായി സഖ്യങ്ങളുടെ മേൽക്കോയ്മ വഹിക്കുകയാണെന്ന് ഹാനിബാൽ മനസ്സിലാക്കി. യുദ്ധശ്രമങ്ങൾക്കാവശ്യമായ മനുഷ്യശക്തിയുടെയും വിഭവങ്ങളുടെയും പകുതിയോളം റോം സഖ്യകക്ഷികളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഈ സമൂഹങ്ങളിൽ ബഹുഭൂജവും റോമനായിരുന്നില്ല, ലാറ്റിൻ സംസാരിക്കുന്നവരുമായിരുന്നില്ല. ചിലർ റോമൻകാരുടെ ധാർഷ്ട്യത്തിൽ അതൃപ്തരുമായിരുന്നു. ഇതായിരുന്നു ഹാനിബാലിന് ആവശ്യമുള്ള ദുർബലമായ കണ്ണി. റോമനല്ലാത്ത ജനങ്ങളോട് ദയ കാണിക്കുന്ന തന്റെ നയം തുടർന്ന് അദ്ദേഹം 11,000 ഇറ്റാലിയൻ തടവുകാരെ മോചിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചയച്ചു. ഈ കണക്കുകൂട്ടിയ നീക്കം കൂടുതൽ പേരുടെ കൂറുമാറ്റത്തിന് കാരണമായി. ദക്ഷിണ ഇറ്റലിയിൽ സ്വന്തമായൊരു താവളം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് കാർത്തേജിയൻ ഭരണം ഉറപ്പിക്കാനും പുതിയ സൈനികരെ നിയമിക്കാനും യുദ്ധസാമഗ്രികൾ ശേഖരിക്കാനും റോമിനോട് കൂറുള്ള നഗരങ്ങളെ കീഴടക്കാനും അദ്ദേഹം തന്റെ സഹോദരൻ മാഗോയെ ബ്രൂട്ടിയത്തിലേക്ക് അയച്ചു. അവസാനമായി കാനെ യുദ്ധത്തിനു ശേഷം പിടിയിലായ 8,000 റോമൻ സൈനികർക്ക് മോചനദ്രവ്യം നൽകാൻ അവരുടെ 10 റോമൻ സഹപ്രതിനിധികളെ അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കുതിരപ്പടത്തലവനായ കാർത്ഥാലോയും പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. സ്വന്തം ഉദ്യോഗസ്ഥനെയും പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ റോമിനെ നശിപ്പിക്കുകയല്ല എന്നും മറിച്ച് പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലെ കാർത്തേജിയൻ ആധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഹാനിബാൽ ഉദ്ദേശിച്ചു. അന്നത്തെ നിലവാരത്തിൽ അദ്ദേഹം ഒരു വിജയിയായിരുന്നു. ഇറ്റലിയിൽ റോമിന്റെ മേൽക്കോയ്മയും ഭാവി തന്നെയും അപകടത്തിലായിരിക്കെ തീർച്ചയായും അവർക്ക് കാര്യം മനസ്സിലാകും എന്ന് അദ്ദേഹം കരുതി. എന്നാൽ അദ്ദേഹത്തിന് തെറ്റി. റോമൻ സെനറ്റ് കാർഥലോയെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചു. ഇതിനേക്കാൾ വിചിത്രമായി റോമൻ സൈനികരുടെ പ്രതിനിധി സംഘത്തോട് സംസാരിക്കാൻ പോലും അവർ വിസമ്മതിച്ചു. മോചനദ്രവ്യവുമുണ്ടായിരുന്നില്ല. സ്വന്തം സൈനികരിൽ 8,000 പേരെ തടവിൽ മരണത്തിലേക്ക് തള്ളിവിട്ടത് റോമിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. റോം ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് ഹാനിബാളിനെ പോലും അത്ഭുതപ്പെടുത്തി. എന്നിരുന്നാലും കാർത്തേജിയൻ പടത്തലവൻ ശക്തമായ നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യം ഇറ്റലിയിൽ വെല്ലുവിളിക്കപ്പെട്ടിരുന്നില്ല. തുടർച്ചയായ സമ്മർദ്ദം റോമൻ സൈന്യത്തെ കീഴടക്കാൻ നിർബന്ധിതരാക്കുമെന്ന് ചിന്തിക്കുന്നത് ന്യായമായിരുന്നു. റോം കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നഗരവും പ്രധാനപ്പെട്ടതുമായ കാപ്പുവയുടെ കൂറുമാറ്റം അംഗീകരിക്കാൻ അദ്ദേഹം കമ്പാനിയായിലേക്ക് നീങ്ങി. ശക്തമായ ഈ നഗരം കുറേ കാലമായി സ്വന്തം പ്രാദേശിക മേൽക്കോയ്മ ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇറ്റലിയിലെ ഹാനിബാളിന്റെ സാന്നിധ്യം ഉപയോഗിച്ച് അവർ റോമിനോട് ആവശ്യപ്പെട്ടത് 2 കോൺസലുകളിൽ ഒരാളെ കാപ്പുവയിൽ നിന്ന് തെരഞ്ഞെടുക്കണമെന്നാണ്. റോമൻ സഖ്യകക്ഷികൾ ഇത് നിരസിച്ചപ്പോൾ കാപ്പുവയ്ക്ക് കവാടങ്ങൾ തുറക്കാൻ ഒരു കാരണം കിട്ടി. ഹാനിബാൾ ഒരു സൈന്യത്തെ അവിടെ വിട്ട് ശൈത്യകാല ക്യാമ്പുകൾ ഒരുക്കാൻ ഉത്തരവിട്ടു. എന്നിട്ട് കാമ്പാനിയയിലെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. കാസ്ലീനത്തിൽ നിന്ന് ഇതെല്ലാം നിരീക്ഷിച്ച മാഴ്സല്ലസ് തുറന്ന യുദ്ധത്തിന് മുതിർന്നില്ല. പകരം കാർത്തജിയൻ സൈന്യത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. റോമൻ ജനറൽ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും കാപ്പുവയുടെ വടക്കൻ ഭാഗത്തെ നിയന്ത്രിച്ചിരുന്ന കാസ്ലീനത്തിൽ നിന്ന് അദ്ദേഹത്തെയും സൈന്യത്തെയും അകറ്റാനാണ് ഹാനിബാൾ ആഗ്രഹിച്ചത്. ആഫ്രിക്കയിൽ നിന്ന് കൂടുതൽ സൈന്യവും സാധനങ്ങളും കൊണ്ടുവരുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ തുറമുഖം നൽകാൻ കഴിയുന്നതിനാലാണ് ഹാനിബാൾ ന്യാപ്പോളിസിൽ തങ്ങിയത്. എന്നാൽ നഗരത്തിലെ പട്ടാളത്തിന്റെ കമാൻഡർ റോമൻ മേയറായിരുന്നു. അതുകൊണ്ടുതന്നെ നഗരം കൂറുമാറാൻ സാധ്യത കുറവായിരുന്നു. നാവിക സഹായമില്ലാതെ ഒരു കോട്ട കൊത്തളങ്ങളെ ആക്രമിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കിയ ഹാനിബാൾ സമയം കളയാതെ അൻസിയൻ കാമ്പാനിയയിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ നുസേറിയ ആൽഫ-ടെറൈൻലിയിലേക്ക് തിരിഞ്ഞു. ന്യൂസേറിയൻ ലീഗിന്റെ നേതാവായിരുന്നു ഈ നഗരം. ലീഗിൽ പൊമ്പെയി, സ്റ്റാബിയ, ഹെർക്കുലാനിയം തുടങ്ങിയ നഗരങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ലീഗിനെ കൂറുമാറ്റുന്നത് ഇറ്റലിയിൽ ഹാനിബാളിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുമായിരുന്നു. നഗരത്തിനു മുന്നിലെത്തിയപ്പോഴും കവാടങ്ങൾ അടഞ്ഞുതന്നെ കിടന്നു. നുഴഞ്ഞു കയറാൻ കഴിയാത്ത ഇരട്ടമതിൽ കണ്ട ഹാനിബാളിന് നഗരത്തെ വളയാനല്ലാതെ മറ്റൊരു മാർഗവുമുണ്ടായിരുന്നില്ല. നഗരത്തെ പട്ടിണിയിട്ട് കീഴടക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. എന്നാൽ കാപ്പുവയിൽ താൻ നേടിയ വിജയം കാരണം ഇറ്റാലിയൻ ജനങ്ങളെ സ്വതന്ത്രരാക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനുമുള്ള തന്റെ പ്രചാരണ പ്രതിച്ഛബ നഗരത്തെ കൂറുമാറാൻ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ നുസേറിയ റോമിന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി തുടർന്നു. ഭക്ഷണക്ഷാമം നേരിടാൻ ആയുധമെടുക്കാൻ കഴിവില്ലാത്തവരെ നഗരാധികാരികൾ പുറത്താക്കി. അഭയാർത്ഥികൾക്ക് അഭയം നൽകാത്തത് തന്റെ പ്രതിച്ഛബയ്ക്ക് കോട്ടം വരുത്തുമെന്ന് ഹാനിബാൾ ഭയക്കില്ല എന്ന് നുസേറിയക്കാർ കരുതി.
കാർത്തേജിയൻ പടത്തലവൻ അവരുടെ പദ്ധതി മനസ്സിലാക്കി. ഇതിനു മുൻപും അദ്ദേഹം തന്റെ ക്രൂരതയും ബുദ്ധിയും തെളിയിച്ചിട്ടുണ്ട്. നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ സ്വീകരിക്കുന്നതിനു പകരം ചുറ്റുമുള്ള മറ്റു നഗരങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളുമായി അവരെ കൂട്ടിക്കലർത്തിയ അദ്ദേഹം അവരെ വീണ്ടും മതിലുകൾക്കുള്ളിലേക്ക് തിരികെ അയച്ചു. ന്യൂസേരിയയിലെ ജനസംഖ്യ ഇരട്ടിയായി. ഭക്ഷണസാധനങ്ങൾ വേഗത്തിൽ തീർന്നു. ദുരിതം തുടങ്ങി. റോമിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതായതോടെ ന്യൂസേറിയൻ സെനറ്റ് ചർച്ചയ്ക്ക് തയ്യാറായി. എല്ലാ നിവാസികൾക്കും അടുത്തുള്ള പട്ടണങ്ങളിൽ അഭയം തേടാൻ ഹാനിബാൾ സുരക്ഷിത മാർഗം നൽകി. എന്നിട്ട് കൊള്ളയടിക്കാൻ സൈന്യത്തിന് അനുവാദം നൽകി. പുറപ്പെടുന്നതിനു മുൻപ് കാർത്തേജിയൻകാർ വ്യവസ്ഥിതമായി നഗരം നിലംപരിശാച്ചി. ന്യൂസേറിയയുടെ നാശത്തിനുശേഷം ഹാനിബാൾ തന്റെ സൈന്യത്തെ കാമ്പാനിയയിൽ ഒരു പ്രധാന മറ്റ് നഗരമായ നോലായിലേക്ക് തിരിച്ചു. നഗരവാസികൾ റോമിനെതിരാക്കി കലാപം നടത്തുന്നുണ്ടെന്ന് കിംവദന്തികളുണ്ടായിരുന്നു. കാർത്തേജിയൻ പടത്തലവന്റെ വരവിന് തയ്യാറെടുക്കാൻ മാർസെല്ലസ് കൃത്യം സമയത്ത് നഗരത്തിലെത്തി. 2 കമാൻഡർമാരും യുദ്ധത്തിന് തയ്യാറായി. മാർസെല്ലസ് തന്റെ സൈന്യത്തെ മതിലുകൾക്കും കവാടകൾക്കും പിന്നിൽ അണിനിരത്തി. യുദ്ധം തുടങ്ങിയെന്ന് കേട്ടാൽ നഗരവാസികൾ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹാനിബാൾ ഒരാക്രമണം തുടങ്ങി. ഏറ്റുമുട്ടലിനിടയിൽ പരിഭ്രാന്തരായ ചില സെനറ്റർമാർ പുറത്തുവന്ന് നഗരത്തിലെ സ്ഥിതി അസ്ഥിരമാണെന്ന് മുന്നറിയിപ്പ് നൽകി. മാർസെല്ലസ് തന്റെ സൈന്യത്തെ പൂർണ്ണമായി യുദ്ധത്തിൽ ഇറക്കിയില്ല. ഏറ്റുമുട്ടൽ അവസാനിച്ച ഉടൻ മതിലുകൾക്ക് പിന്നിൽ പിൻവാങ്ങി. റോമിനോട്ടുള്ള സഖ്യത്തെ അനുകൂലിച്ച നോലയിലെ സെനറ്റന്മാർ ഹാനിബാൾ അവരുടെ വയലുകൾ നശിപ്പിക്കുമെന്ന് ഭയന്ന നാട്ടുകാർ അദ്ദേഹത്തെ സമർത്ഥിക്കുന്നതായി അറിയിച്ചു. ഇതിനു പുറമെ നഗരവാസികളും കാർത്തേജിയൻകാരും തമ്മിൽ നടന്നുവന്ന നൈരാഷ്ട്രീയ ചർച്ചകളെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു. റോമൻ സൈന്യം വീണ്ടും പുറത്തിറങ്ങിയാൽ ഹാനിബാൾ ആക്രമണം തുടങ്ങുമെന്നും നഗരത്തിലെ ആളുകൾ മാർസെല്ലസിന്റെ സാധന സാമഗ്രിയും ആയുധവും പിടിച്ചെടുക്കുമെന്നും കവാടങ്ങൾ അടച്ചു മതിലുകളിൽ നിലയുറപ്പിക്കുമെന്നും തീരുമാനിച്ചു. മാർസെല്ലസിന് നന്ദി പറഞ്ഞ സെനറ്റർമാരുടെ വിവരങ്ങൾ കേട്ട് നഗരം കലാപം നടത്തുന്നതിനു മുൻപ് തന്നെ റോമൻ ജനറൽ തന്റെ സൈന്യത്തെ 3 വിഭജിച്ചും ഓരോ വിഭാഗത്തോടും 3 കവാടകൾക്ക് പിന്നിൽ നിശബ്ദമായി നിലയുറപ്പിക്കാൻ ഉത്തരവിട്ടു. സാധനങ്ങളും ആയുധവും വഹിക്കുന്ന സൈന്യത്തിന് പ്രധാന സൈന്യത്തോടെ ചേർന്ന് നിൽക്കാൻ നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ മികച്ച കാലാട്പടയും റോമൻ കുതിരപ്പടയും പ്രധാന കവാടത്തിന് പിന്നിൽ നിലയുറപ്പിച്ചു. വശങ്ങളിലെ കവാടങ്ങൾ സംരക്ഷിക്കാൻ മതിലുകളിൽ നിന്നും ഗോപുരങ്ങളിൽ നിന്നും പരിശീലനം ധനിച്ച സൈനികരെ മാറ്റി നിർത്തി. അതിനോടൊപ്പം സഖ്യകക്ഷികളുടെ കുതിരപ്പടയും അതിനോട് ചേർത്തു. ഇതിനു പുറമെ മാർസെല്ലസ് നഗരവാസികളെ മതിലുകളുടെയും കവാടങ്ങളുടെയും അടുത്തുവരാൻ വിലക്കെയാണുണ്ടായത്. നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള റോമൻ ഹെഡ്ക്വാർട്ടേഴ്സ് ശക്തിപ്പെടുത്തി. വലിയ കാത്തിരിപ്പിനു ശേഷം റോമൻ സൈന്യം പ്രധാന കവാടത്തിനു മുന്നിൽ നിലയുറപ്പിക്കാത്തതും മതിലുകളിൽ സൈനികർ ഇല്ലാത്തതും ഹാനിബാളിന് വിചിത്രമായി തോന്നി. നൊലയിലെ ജനങ്ങളുമായി നടത്തിയ രഹസ്യ ചർച്ചകൾ പുറത്തായെന്ന് സംശയിച്ച അദ്ദേഹം മുന്നോട്ടു നീങ്ങി. നൊലൻകാർ യുദ്ധം തുടങ്ങിയാൽ കലാപം നടത്തുമെന്ന് ഹാനിബാൾ വിശ്വസിച്ചതുകൊണ്ട് പ്രധാന കവാടത്തെ ആക്രമിക്കാനായിരുന്നു പദ്ധതി. കാർത്തേജിയക്കാർ ചിതറിയ രൂപത്തിൽ മുന്നോട്ടു നീങ്ങിയപ്പോൾ റോമൻ കാഹളങ്ങൾ മുഴങ്ങി. മാർഷലസിന്റെ സൈന്യം 3 കവാടങ്ങളിലൂടെയും പാഞ്ഞെത്തി. ചിട്ടയായ രൂപീകരണമില്ലാതെയാണ് അവർ മുന്നോട്ടു നീങ്ങിയത്. എന്നാൽ അവരുടെ വേഗത എതിരാളികളെ അമ്പരപ്പിച്ചു. തുടക്കത്തിൽ കാർത്തേജിയൻ സൈന്യത്തിന്റെ മധ്യഭാഗം പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടി. എന്നാൽ ഹാനിബാൾ പെട്ടെന്നുതന്നെ പ്രതിരോധം ശക്തമാക്കി. അതേസമയം റോമൻ സൈന്യത്തിന്റെ മുന്നേറ്റം കാർത്തേജിയൻ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും കീഴ്പ്പെടുത്തി. അപ്പോഴാണ് മാർഷലസിന്റെ സാധന സാമഗ്രികൾ വഹിച്ചെത്തിയ സൈന്യത്തിന്റെ നീക്കത്തിലൂടെ വലിയൊരു പൊടിപടലം ഉയർന്നുവന്നത്. ഇത് റോമൻ സൈന്യം ശരിക്കുമുള്ളതിനേക്കാൾ വലുതാണെന്ന് കാർത്തേജിയക്കാരെ വിശ്വസിപ്പിച്ചു. മാർഷലസിന് മുൻതൂക്കമുണ്ടെന്ന് മനസ്സിലാക്കിയ ഹാനിബാൾ പിന്മാറാൻ ഉത്തരവിട്ടു. സാധന സാമഗ്രികൾ വഹിച്ചെത്തിയ സൈന്യത്തിന്റെ തന്ത്രം തന്റെ സൈനികർക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുമെന്നും അത് തന്റെ എതിരാളിക്ക് മുതലെടുക്കാൻ അവസരം നൽകുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. റോമൻ സൈന്യം അവരെ പിന്തുടരാൻ ധൈര്യപ്പെട്ടില്ല. കാർത്തേജിയക്കാർ ചിട്ടയായി പിൻവാങ്ങി. ഒരു പടത്തലവൻ എന്ന നിലയിൽ മാർഷലസിന്റെ കഴിവ് ഹാനിബാളിനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം കാർത്തേജിയൻ സൈന്യത്തെ പിന്തുടരുക മാത്രമല്ല, അവരുമായി ഏറ്റുമുട്ടാനുള്ള മികച്ച നിമിഷം മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരർത്ഥത്തിൽ മാർഷലസ് ഫാബിയൻ തന്ത്രത്തിന്റെ ഒരു ആക്രമണാത്മക രൂപം ഉപയോഗിച്ചു. നൊലയിലെ ആക്രമണം പരാജയപ്പെട്ടെങ്കിലും വോൾട്ടേർനേഴ്സ് നദിയിൽ നിന്ന് മാർഷലസിനെ അകറ്റാൻ ഹാനിബാളിന് കഴിഞ്ഞു. അദ്ദേഹം പിന്തിരിഞ്ഞ് ഒരു ചെറിയ ഉപരോധത്തിനു ശേഷം അശറ പിടിച്ചെടുത്തു. പിന്നീട് മാർഷലസ് ഒരു സൈന്യത്തെ വിട്ട് കാസലിനത്തിലേക്ക് നീങ്ങി. കാപ്പുവയെ റോമുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലുള്ള വോൾട്ടേർനസ് നദിക്ക് കുറുകെയുള്ള 3 കമാനങ്ങളുള്ള ഒരു പാലം ഈ നഗരം നിയന്ത്രിച്ചിരുന്നു. ഈ നദിക്ക് കുറുകെയുള്ള വളരെ കുറച്ച് കടവുകളിലൊന്നായതുകൊണ്ട് ഇതിന് തന്ത്രപരമായ മൂല്യമുണ്ടായിരുന്നു. ഏകദേശം 1 മാസത്തിനുശേഷം റോമൻ സൈന്യം കീഴടങ്ങി. സുരക്ഷിത യാത്രയ്ക്ക് അവർ വലിയൊരു തുക നൽകി.
കാസിലിനം പിടിച്ചെടുത്തുകൊണ്ട് ഹാനിബാൾ കാപ്പുവയുടെ വടക്കൻ ഭാഗം സുരക്ഷിതമാക്കുകയും റോമിനെതിരെ ആക്രമണങ്ങൾ തുടങ്ങാൻ കഴിയുന്ന ഒരു പ്രധാന സ്ഥാനം അദ്ദേഹത്തിന് ലഭ്യവുമായി. നഗരം സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ അവിടെ വിട്ടശേഷം ബാക്കിയുള്ള സൈന്യവുമായി അദ്ദേഹം കാപ്പുവയിലെ ശൈത്യകാല ക്യാമ്പുകളിലേക്ക് മടങ്ങി. ഹാനിബാൾ കാസിലിനത്തിന്റെ നിയന്ത്രണം കാപ്പുവാന്മാർക്ക് കൈമാറുകയും വരും മാസങ്ങളിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങുകയും ചെയ്തു. നൊലയിൽ തിരിച്ചെത്തിയ മാർസെല്ലസ് കവാടങ്ങളടയ്ക്കുകയും ആരെയും നഗരം വിടാൻ അനുവദിക്കരുതെന്ന കാവൽക്കാരുടെ ഉത്തരവിടുകയും ചെയ്തു. ഹാനിബാളുമായി ഗൂഢാലോചന നടത്തിയവരെ വിചാരണ ചെയ്ത് ശിരച്ഛേദം ചെയ്തു. തുടർന്ന് റോമൻ ജനറൽ സൈന്യവുമായി സുവേസൂലയെ കാണാവുന്ന ഉയരങ്ങളിലേക്ക് നീങ്ങി. അവിടെ നിന്ന് കാർത്തേജിയൻ സൈന്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തന്ത്രപരമായി നോക്കിയാൽ നൊളയിലെ ഈ പ്രതിസന്ധിക്ക് പ്രാധാന്യമില്ലായിരുന്നെങ്കിലും കാർത്തേജിയൻ സൈന്യത്തിനെതിരായ ഒരു യുദ്ധത്തിൽ റോമൻ സൈന്യം പരാജയപ്പെടാതെ പിടിച്ചുനിൽക്കാൻ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഈ രണ്ടു പടത്തലവന്മാരും വീണ്ടും കണ്ടുമുട്ടുമായിരുന്നു. BC 216 അവസാനത്തോടെ ഹാനിബാൾ ദക്ഷിണ ഇറ്റലിയിൽ തന്റെ അധികാരം ഉറപ്പിക്കുകയായിരുന്നു. സാമിനൈറ്റ് സഖ്യകക്ഷികളെ കൂടി കൂട്ടിച്ചേർത്ത് കാപ്പുവയിലെ അദ്ദേഹത്തിന്റെ പ്രധാന സൈന്യത്തിൽ 40,000 സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തെക്കോട്ട് നീങ്ങുകയായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ മാഗോ 1200 നുമീഡിയൻ സൈനികരെ കൂടാതെ 17,000 ലൂഖാനിയന്മാരെയും ബ്രൂക്കിന്മാരെയും കൂടി സൈന്യത്തിൽ പുതുതായി ചേർത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ എണ്ണം 18,000-ലധികമായി. അവരെ എതിർത്ത റോം അടുത്ത മാസങ്ങളിൽ പുതിയ സൈന്യത്തെ രൂപീകരിക്കാൻ പാടുപെട്ടു. 80,000 സൈനികരെ അവർ ഇറ്റലിയിൽ വിന്യസിച്ചു. അവരുടെ ബഹുഭാഗവും ദക്ഷിണ ഇറ്റലിയിൽ കേന്ദ്രീകരിച്ചു. റോമൻ സൈനികരുടെ എണ്ണം ശത്രുക്കളേതിനേക്കാൾ കൂടുതലായിരുന്നെങ്കിലും അവരിൽ പലരും പരിചയമില്ലാത്തവരും ഹാനിബാളിനെ നേരിടാൻ ഭയമുള്ളവരുമായിരുന്നു. ഇറ്റലിയിലെ ചില നഗരങ്ങളിൽ റോമൻ സഹകക്ഷി വിഭാഗങ്ങളുടെ സൈനികരുടെ എണ്ണം കുറഞ്ഞു. ഹാനിബാളിന്റെ യുദ്ധതന്ത്രത്തിന്റെ ഫലമായിരുന്നു ഇത്. ഫാബിയൻ തന്ത്രത്തിന്റെ ഉപജ്ഞാതാവായ ഫാബിയസ് മാക്സിമസ് അടുത്ത 2 വർഷത്തേക്ക് വീണ്ടും കോൺസുലായി തെരഞ്ഞെടുക്കപ്പെട്ടു. സൈനികരെ സംരക്ഷിക്കാനും റോമിന്റെ മനുഷ്യശക്തി വീണ്ടെടുക്കാനും അദ്ദേഹം കാർത്തേജിയൻ പടത്തലവനുമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കി. എന്നാൽ യുദ്ധം ഹാനിബാളിന്റെ ഇറ്റലിയിലെ നീക്കങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നുവെങ്കിലും BC 215 ആയപ്പോഴേക്കും രണ്ടാം പ്യൂണിക് യുദ്ധം മെഡിറ്ററേനിയനെ കുറുകെ വ്യാപിക്കുമായിരുന്നു. ഹാനിബാൾ കൂടുതൽ സഖ്യകക്ഷികളെ തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം സൈനികബലം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ മാഗോ തെക്കോട്ട് നീങ്ങുകയും പെറ്റീലിയെ വളയുകയും ചെയ്തു. കാനേസിയെയും പെറ്റീലിയെയും ബ്രൂട്ടിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. അവയ്ക്ക് വികസിത അധിഷ്ഠാന സൗകര്യങ്ങളും വലിയ മതിലുകളും നഗരസംസ്കാരവും ഉണ്ടായിരുന്നു. ഇറ്റലിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിൽ റോം ബ്രൂട്യത്തിലെ നഗരങ്ങളെയാണ് അനുകൂലിച്ചിരുന്നത്. അവിടുത്തെ ഭരണവർഗത്തെ റോം അനുകൂലിക്കുന്ന പ്രഭുക്കന്മാരുമായി മാറ്റി. ഇതിന്റെ ഫലമായി പെറ്റീലിയയിലെയും കാനിസിയയിലെയും റോം അനുകൂലികൾ പ്രദേശത്തെ മറ്റു നഗരങ്ങളോട് പുച്ഛത്തോടെ പെരുമാറി. ഇത് ബ്രൂട്ടിയന്മാർക്കിടയിൽ ഭിന്നതയ്ക്ക് കാരണമായി. ഈ ആഭ്യന്തര ഭിന്നതകൾ റോമിന് കാര്യങ്ങൾ എളുപ്പമാക്കി. എന്നാൽ മാഗോ ഈ ഭിന്നത തനിക്ക് അനുകൂലമാക്കി മാറ്റി. പെറ്റീലിയ ഉപരോധത്തിലാണെന്ന് പ്രചരിപ്പിച്ച അദ്ദേഹം തന്റെ സൈനികർക്കിടയിൽ പ്രകോപമുണ്ടാക്കി. ഇതൊരു തന്ത്രമായിരുന്നു. ഇതിന്റെ ഫലമായി നഗരത്തോട് പകയുണ്ടായിരുന്നവർ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ചേർന്നു. ഏകദേശം 17,000 ബ്രൂട്ടിയന്മാർ ഹാനിബാളിന്റെ സൈന്യത്തിൽ ചേർന്നു. ബ്രൂട്ടിയത്തിലെ തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മാഗോ സൈന്യത്തിന്റെ ചുമതല ഹാനോയെ ഏൽപ്പിച്ചു. ഇറ്റലിയിലെ യുദ്ധത്തിന് പിന്തുണ തേടി കാർത്തേജിലേക്ക് യാത്രയായി. ഈ ഘട്ടത്തിൽ കടലിൽ ഇരുപക്ഷത്തിനും സമ്പൂർണ്ണ മേൽക്കോയ്മ ഉണ്ടായിരുന്നില്ല. റോമിന് പൊതുവായ മേൽക്കോയ്മ ഉണ്ടായിരുന്നെങ്കിലും കാർത്തേജിയൻ നാവികപ്പടയ്ക്ക് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലെ തിരിച്ചടികളിൽ നിന്ന് കാര്യമായ രീതിയിൽ കരകയറാൻ കഴിഞ്ഞിരുന്നു. ഇരുവശങ്ങൾക്കും ശത്രുവിന്റെ ആധിപത്യമുള്ള കടലിലൂടെ സഞ്ചരിക്കാനും തീരപ്രദേശങ്ങളെ ആക്രമിക്കാനും കഴിയുമായിരുന്നെങ്കിലും പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇരുവർക്കും ശക്തിയുണ്ടായിരുന്നില്ല. എന്നാൽ ബ്രൂട്ടിയത്തിന്റെ ഭൂരിഭാഗവും ഹാനിബാളിന്റെ നിയന്ത്രണത്തിലായതിനാൽ ആഫ്രിക്കയിൽ നിന്ന് ഇറ്റലിയിലേക്ക് സൈനികരെ എത്തിക്കുന്നത് കൂടുതൽ അപകടരഹിതമായി മാറി. അങ്ങനെ മാഗോ കാർത്തേജിൽ ഇറങ്ങി. നിറഞ്ഞ സലറ്റ് ഹാളിൽ അണിയറ സംസാരങ്ങൾ മുഴങ്ങി. അവിടെ കാർത്തേജിലെ പ്രമുഖ വ്യക്തികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു.
പിന്നീട് മാഗോ എഴുന്നേറ്റ് ഇറ്റലിയിലെ യുദ്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിച്ചു. സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ആൽപ്സ് കടന്നതിനു ശേഷം ഹാനിബാൽ നിരവധി വിജയങ്ങൾ നേടി. റോമിന്റെ പ്രധാന സൈന്യത്തിനെതിരെ 3 വലിയ യുദ്ധങ്ങൾ അദ്ദേഹം വിജയിച്ചു. അതിൽ 2 പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അവരുടെ ക്യാമ്പുകൾ കൊള്ളയടിച്ചു. ഇപ്പോൾ ഭയം കാരണം റോമൻ സൈന്യം ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കുന്നു. 2 ലക്ഷം റോമൻ സൈനികരെ കൊലപ്പെടുത്തുകയും 50,000 തടവുകാരെ പിടികൂടുകയും ചെയ്തു. ഇറ്റലി കലാപത്തിലാണ്. ദക്ഷിണ ഇറ്റലി ഹാനിബാളിന്റെ പക്ഷത്തേക്ക് കൂറുമാറി. ഒരു സൈന്യത്തെ വെച്ച് മാത്രമാണ് ഹാനിബാൾ ഇതെല്ലാം നേടിയത്. റോമിന്റെ നിരവധി സൈനികൾക്കെതിരെയാണ് അദ്ദേഹം വിജയിച്ചത്. മാഗോ ഭൂപടത്തിൽ നിന്ന് തിരിഞ്ഞ് കാനയിൽ കൊല്ലപ്പെട്ട റോമൻ പ്രഭുക്കന്മാരുടെ 100 കണക്കിന് സ്വർണ്ണമോതിരങ്ങൾ നിറഞ്ഞ ഒരു സഞ്ചിയെ സെനറ്റിനു മുന്നിൽ അവതരിപ്പിച്ചു. ഇറ്റലിയിലെ യുദ്ധത്തിന് കൂടുതൽ പണവും സൈന്യത്തെയും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 20,000 മുതൽ 30,000 വരെ സൈനികരെ കൂടി ലഭിച്ചാൽ ഹാനിബാളിന് റോമിനെ തകർക്കാൻ കഴിയുമായിരുന്നു. മാഗോയുടെ അവതരണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം തന്നെ സമാഹരിച്ച 12,000 പേരടങ്ങുന്ന സൈന്യത്തെ ഉപയോഗിച്ച് ബ്രൂട്ടിയത്തിൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്താൻ കഴിയും. അങ്ങനെ റോമിനോട് കൂറുള്ള നഗരങ്ങളെല്ലാം ഹാനിബാളിന്റെ പക്ഷത്തേക്ക് വരുത്താൻ കഴിയും. കാർത്തേജിൽ നിന്നുള്ള 20,000 പേരടങ്ങുന്ന മറ്റൊരു സൈന്യത്തിന് അപ്പോളിയെയും അതിന്റെ പ്രധാന തുറമുഖങ്ങളും കീഴടക്കാൻ കഴിയും. ഇത് ഹാനിബാളും മാസിഡോണിയയിലെ ഫിലിപ്പ് അഞ്ചാമനുമായി ആശയവിനിമയം സ്ഥാപിക്കാനും കപ്പലുകൾ, സാധനസാമഗ്രികൾ, സൈനികർ എന്നിവ തടസ്സമില്ലാതെ എത്തിക്കാനും കഴിയും. അവസാനമായി ക്യാമ്പേനിയയിലെ തന്റെ പ്രധാന സൈന്യത്തോടൊപ്പം ഹാനിബാളിന്റെ ദക്ഷിണ ഇറ്റലിയുടെ പൂർണ്ണ നിയന്ത്രണവും നേടാൻ കഴിയും. 3 സൈന്യത്തെയും വേഗത്തിൽ ഒരുമിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് അവർക്ക് പ്രാദേശിക സമൂഹങ്ങളിലും നഗരങ്ങളിലും സമ്പൂർണ്ണ അധികാരം സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ ഹാനിബാളിന് റോമിനെ അവരുടെ സ്വന്തം കളിയിൽ തോൽപ്പിക്കാൻ ദക്ഷിണ ഇറ്റലിയിലെ മനുഷ്യശക്തിയും വിഭവങ്ങളും ഉപയോഗിക്കാൻ കഴിയും. യുദ്ധക്കളത്തിൽ റോമൻ സൈന്യത്തെ കീഴടക്കാൻ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ കഴിവും ഉപയോഗിക്കാൻ കഴിയും. മാഗോയുടെ റിപ്പോർട്ട് കേട്ട സെനറ്റിലെ ഭൂരിഭാഗവും സന്തോഷിച്ചു. എന്നാൽ യുദ്ധത്തിന്റെ ദുർവിധിയെന്ന് പറയട്ടെ, ഹാനിബാളിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ റോമിലായിരുന്നില്ല, കാർത്തേജിലായിരുന്നു. ഹാനോ രണ്ടാമൻ സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. അദ്ദേഹം ഒരു ശക്തനായ പ്രഭുവും അനുഭവസമ്പന്നനായ ഒരു കമാൻഡറുമായിരുന്നു. എന്നാൽ അത്ര കാര്യക്ഷമനായ ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗവും സ്വത്തും രാഷ്ട്രീയ ശക്തിയും ഐബീരിയയിലെ വെള്ളിഖനികളിൽ നിന്നും ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത വലിയ നികുതിയിൽ നിന്നുമായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്പന്നരുടെ താൽപ്പര്യങ്ങളാണ് സെനറ്റിൽ പ്രതിനിധാനം ചെയ്തത്. റോമുമായി സമാധാന കരാറിലെത്തുന്നത് അവർക്ക് ലാഭകരമായിരുന്നു. കാരണം ഒരു സമാധാന ഉടമ്പടി ഹാനോയ്ക്കും കൂട്ടർക്കും അവരുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നു. ഇതിനു പുറമെ അപൂർവ ലോഹങ്ങളിലുള്ള അവരുടെ താൽപ്പര്യമാണ് ഐബീരിയയെ സംരക്ഷിക്കാൻ സൈനികരെ അങ്ങോട്ടയക്കാൻ ഹാനോയെ പ്രേരിപ്പിച്ചത്. ഇറ്റലിയിലേക്ക് സൈനികരെ അയക്കുന്നതിന് പകരം ആഫ്രിക്കയിലേക്ക് സൈനിക വിന്യാസം നടത്താനായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന് അവിടെ കൂടുതൽ ഭൂമി സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. ഈ വൻകിട മുതലാളിമാരുടെ താൽപ്പര്യങ്ങളും കാർത്തേജിന്റെ യുദ്ധശ്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഹാനോയെ ബാർക്ക കുടുംബത്തിന്റെയും ഇറ്റലിയിലെ അവരുടെ യുദ്ധത്തിന്റെയും പ്രധാന എതിരാളിയാക്കി മാറ്റി. അദ്ദേഹം മാഗോയെ അഭിസംബോധന ചെയ്തു. നിങ്ങൾ പറയുന്നു ശത്രുക്കളുടെ സൈന്യങ്ങൾ കൊല്ലപ്പെട്ടു, എന്നിട്ടും നിങ്ങൾ കൂടുതൽ സൈനികരെ ആവശ്യപ്പെടുന്നു. നിങ്ങൾ പറയുന്നു ശത്രുക്കളുടെ ക്യാമ്പുകൾ കൊള്ളയടിച്ചു, എന്നിട്ടും നിങ്ങൾ ധാന്യവും കണവും ആവശ്യപ്പെടുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ ഈ സഹായങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതുകൊണ്ട് ഹാനിബാൽ തന്റെ വിജയങ്ങളെക്കുറിച്ച് സത്യമാണോ പറയുന്നത്? സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങളിൽ നിന്ന് സഹായത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് അർഹനല്ല. ഇത് കേട്ട് ഹാനോയെ സമർത്ഥിച്ച സെനറ്റർമാർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം തുടർന്നു, മാഗോ, റോമിന്റെ ശക്തി നശിപ്പിക്കപ്പെട്ടെന്നും ഇറ്റലി കലാപത്തിലാണെന്നും നിങ്ങൾ പറയുന്നു. എന്നാൽ ഞാൻ ചോദിക്കുന്നു, റോമിൽ നിന്നോ അവരുടെ 35 ഗോത്രങ്ങളിൽ നിന്നോ ആരെങ്കിലും ഞങ്ങളുടെ പക്ഷം ചേർന്നിട്ടുണ്ടോ? ഇല്ല, അവർ അങ്ങനെ ചെയ്തിട്ടില്ല, മാഗോ മറുപടി പറഞ്ഞു. ഹാനോ തുടർന്നു, ഇപ്പോഴും ഒരുപാട് റോമൻകാർ ബാക്കിയുണ്ട്. മാഗോ, ശത്രുവിന്റെ പോരാടാനുള്ള ആഗ്രഹം നശിച്ചോ? അവർ സമാധാനത്തിനായി ഹാനിബാളിനെ സമീപിച്ചോ? എനിക്കറിയില്ല,
കാരണം കാനെ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഹാനിബാളിനെ വിട്ടുപോയതുകൊണ്ട് റോമുമായി എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയുമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഹാനോ ഉപസംഹരിച്ചു. റോമൻകാർ ഇപ്പോഴും യുദ്ധത്തിലുണ്ടായിട്ടും സമാധാന ചർച്ചകൾക്കൊന്നും ശ്രമിക്കാത്ത സ്ഥിതിക്ക് യുദ്ധം തുടങ്ങിയതിനു ശേഷം നിങ്ങളൊരു പുരോഗതിയും നേടിയിട്ടില്ല. ഞാൻ പറയുന്നു, ഹാനിബാളിന്റെ വിജയങ്ങൾ സത്യമാണെങ്കിൽ അദ്ദേഹം റോമുമായി ഒരു കരാറിലെത്താൻ ശ്രമിക്കണം, അല്ലാതെ കാർത്തേജിൽ നിന്ന് സഹായം ചോദിക്കരുത്. കാരണം അദ്ദേഹത്തിന് ലഭിച്ച വിജയങ്ങൾക്ക് ശേഷം സമാധാനം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ റോമുമായുള്ള അദ്ദേഹത്തിന്റെ ഭാഗ്യം മാറിയാൽ എന്തും നേടാനാണ് അദ്ദേഹത്തിന് കഴിയുക? നമ്മൾ സമാധാനത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു, മറിച്ച് ഒരു വ്യക്തിയുടെ, ഹാനിബാളിന്റെ അജണ്ടയെക്കുറിച്ചാണ്. ഈ സെനറ്റ് യോഗത്തിൽ ഹാനോ എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും കഴിവുള്ള പ്രസംഗകരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഹാനിബാളിനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നെങ്കിലും ബാർസിദിന്റെ അനുയായികൾ രോഷാകുലരായിരുന്നു. അവർക്കതിനുള്ള കാരണമുണ്ടായിരുന്നു. കാർത്തേജ് റോമുമായി ചർച്ച നടത്തണമെന്ന് ഹാനോ നിർബന്ധിച്ചു. പരാജയത്തിന്റെ ഭയം ശത്രുക്കൾ അറിഞ്ഞാൽ റോമൻകാർക്കത് രക്തത്തിന്റെ മണം കിട്ടുന്നതുപോലെയായിരിക്കും. കാർത്തേജിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ ഭിന്നത റോമൻകാർക്ക് യുദ്ധം തങ്ങൾ ജയിച്ചുവെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുമായിരുന്നു. അതുകൊണ്ടുതന്നെ ഹാനോയുടെ ഈ അപകടകരമായ പ്രസംഗം കാർത്തേജിന്റെ യുദ്ധശ്രമങ്ങളെയും ഭാവിയിലെ സാമ്രാജ്യത്വ ശക്തിയെന്ന നിലയിലുള്ള അവരുടെ നിലയും ദുർബലപ്പെടുത്തി. യുദ്ധം ജയിക്കുന്നത് കീഴടക്കാനോ മരിക്കാനോ തയ്യാറുള്ളവരാണെന്ന് ഹാനിബാൾ ഒരിക്കൽ തന്റെ സൈനികരോട് പറഞ്ഞിരുന്നു. റോം കീഴടക്കാനോ നശിക്കാനോയുള്ള അവരുടെ സന്നദ്ധത ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. 600 വർഷമായി സാമ്രാജ്യത്തിന്റെ പാതയിലായിരുന്ന കാർത്തേജ് വിജയിക്കണമെങ്കിൽ ആ ദൃഢനിശ്ചയം കാണിക്കേണ്ടതുണ്ടായിരുന്നു. ഐബീരിയ നഷ്ടപ്പെട്ടാലും ഹാനിബാളിനെ പിന്തുണയ്ക്കണമെന്ന് ഹാനിബാളിന്റെ അനുയായികൾ വാദിച്ചു. കാരണം ശത്രുരാജ്യത്തിനുള്ളിൽ വെച്ച് വിജയം നേടിയ ഒരേയൊരു വ്യക്തി ഹാനിബാൾ മാത്രമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ റോമിന്റെ കവാടങ്ങളിൽ വെച്ച് സമാധാന ഉടമ്പടി നേടിയാൽ ചർച്ചകളിലൂടെ റോമൻ സൈനികരെ ഐബീരിയയിൽ നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെടാനും അങ്ങനെ പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിന്മേൽ കാർത്തേജിയൻ ആധിപത്യം പുനഃസ്ഥാപിക്കാനും കഴിയുമായിരുന്നു. കാർത്തേജിന്റെ ഈ രാഷ്ട്രീയ കലഹത്തിനിടയിലും മാഗോയുടെ റിപ്പോർട്ടിൽ മതിപ്പു തോന്നിയ സെനറ്റ് ഭൂരിപക്ഷവും ഇറ്റലിയിൽ ഹാനിബാളിനെ സഹായിക്കാൻ പണവും സൈന്യവും നൽകി മാഗോയെ തിരിച്ചയക്കാൻ വോട്ട് ചെയ്തു. 12,000 ആഫ്രിക്കൻ കാലാൾപ്പടയും 6,000 നുമീഡിയൻ കുതിരപ്പടയും 40 ആനകളും അടങ്ങുന്ന സൈന്യത്തെയാണ് സജ്ജീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഹാനോയുടെ രാഷ്ട്രീയ സ്വാധീനം സാമ്രാജ്യം മുഴുവൻ എത്തിനിരുന്നു. അദ്ദേഹം ഹാനിബാളിനുള്ള സൈന്യത്തെയും മറ്റു സഹായങ്ങളും വൈകിപ്പിച്ചു. 6 മാസത്തോളമാണ് ഈ പ്രക്രിയ വൈകിയത്. അങ്ങനെ തണുപ്പുകാലം അടുത്തപ്പോൾ സർഡീനിയയിൽ നിന്ന് ഒരു സന്ദേശമെത്തി. കൊറണസിലെ സർഡോ പ്യൂണിക് രാഷ്ട്രീയ നേതാവും സർഡീനിയയിലെ ഏറ്റവും വലിയ ഭൂവുടമകളിൽ ഒരാളുമായ ഹാംസിക്കോറസിൽ നിന്നായിരുന്നു ആ സന്ദേശം. 237 BC-യിൽ സർഡീനിയ റോമിന്റെ കീഴിലാകുന്നതുവരെ ഏകദേശം 280 വർഷത്തോളം ഈ ദ്വീപിൽ ഭൂരിഭാഗവും പ്യൂണിക് വംശജരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇത് റോമൻകാരുമായി സർഡീനിയയിലെ ഭരണകര മേഖലയ്ക്ക് മോശം ബന്ധമുണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നെങ്കിലും റോമൻ സൈനികത്തിന് സമാധാനം നിലനിർത്താനും ദ്വീപിലെ ധാന്യം, ഉപ്പ്, വീഞ്ഞ്, ഒലിവ് എന്നിവയുൾപ്പെടെയുള്ള സമ്പന്നമായ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും കഴിഞ്ഞിരുന്നു. കൂടാതെ സ്വർണം, വെള്ളി, ഈയം എന്നിവയുടെ ഖനികളും അവിടെയുണ്ടായിരുന്നു. എങ്കിലും കലാപത്തിന് പറ്റിയ സമയമായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുവന്ന പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. സർഡീനിയയിലേക്ക് ഹാസ്ദ്രുബാൽ ദ ബാൾഡിന്റെ കീഴിൽ 12,000 കാലാൾപ്പടയും 6,000 നുമീഡിയൻ കുതിരപ്പടയും അടങ്ങുന്ന ഒരു സൈന്യത്തെ അഴിക്കാൻ കാർത്തേജിയൻ സെനറ്റ് തീരുമാനിച്ചു. അതേസമയം ഹാംസിക്കോറസിനായി താരോസിലെ ഹാനോയും ചേർന്നു. അവരുടെ സൈനിക ശക്തി മറ്റു നഗരങ്ങളെയും കലാപം തുടങ്ങാൻ പ്രേരിപ്പിച്ചു. അതോടെ സർഡീനിയയിൽ കലാപം തുടങ്ങി. കലാപത്തെക്കുറിച്ചുള്ള വാർത്ത പുരാതന റോമൻ പ്രഭുകുടുംബത്തിലെ അംഗമായ പ്രീറ്റർ കിൻറ്റ്യൂഷ്യസ് ഖയോവയുടെ അടുത്തെത്തി. അദ്ദേഹം ഉടനെ റോമിലേക്ക് സഹായം ആവശ്യപ്പെട്ട സന്ദേശം അയച്ചു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള റോമൻ സൈനികത്തിന് രോഗം കാരണം സൈനികരുടെ എണ്ണം കുറവായിരുന്നു. യുദ്ധത്തിന്റെ അവിസന്ധിയായ കളകളത്തിനിടയിൽ സൈനികർക്ക് കൃത്യസമയത്ത് സാമഗ്രികളും ശമ്പളവും ലഭിക്കാത്തത് സ്ഥിതി കൂടുതൽ വഷളമാക്കി. അദ്ദേഹത്തിന്റെ സന്ദേശം ലഭിച്ച ഉടൻ റോമൻ സെനറ്റ് ടൈറ്റസ് മാൻലിയസ് ടോർക്വാറ്റസിനെ സർഡീനിയയിലേക്ക് ചെറിയ സൈനികരുമായി അയച്ചു. ടൈറ്റസ് ഒരു മികച്ച റോമൻ രാഷ്ട്രീയക്കാരനും BC 235-ലും 224-ലും 2 തവണ കോൺസുലായി സേവനം ചെയ്ത വ്യക്തിയുമായിരുന്നു. അദ്ദേഹം കാരൽസ് നഗരത്തിലിറങ്ങിയപ്പോൾ താൽക്കാലികമായ സൈന്യത്തിന്റെ കമാൻഡ് ഏറ്റെടുത്തു. കൂടുതൽ സൈനികർ അടുത്ത വസന്തത്തിലെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ കലാപകാരികളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തണുപ്പുകാലം വരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സൈനികത്തിന്റെ എണ്ണം കുറവായിരുന്നു.
അതുകൂടാതെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരി സർഡോ പ്യൂണിക് സൈന്യം മുഴുവൻ ശക്തിയോടും അണിനിരന്നാൽ അവർ റോമൻ സൈനികത്തിന്റെ രണ്ടിരട്ടിയാകും. കാർത്തേജ്യൻ സൈന്യം തണുപ്പുകാലത്തിനു മുമ്പ് ദ്വീപിലെത്തിയാൽ ഇത് 4 ഇരട്ടിയാകും. എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഉടനെ ടൈറ്റസ് കുറച്ചു ദിവസത്തിനാവശ്യമായ സാധനങ്ങളുമായി യുദ്ധത്തിന് പ്രാപ്തിയുള്ള 6000 പേരുമായി കോർണസിലേക്ക് നീങ്ങി. അതേസമയം കലാപത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഗോത്രങ്ങളിൽ നിന്ന് സൈനികരെ ചേർക്കാൻ ഹാംസിക്കോറസ് സർഡീനിയുടെ ഉല്ലപ്രദേശങ്ങളിലേക്ക് യാത്രയും ചെയ്തു. താൻ തിരികെ വരുന്നതുവരെ 10,000 പേരുമടങ്ങുന്ന സൈന്യത്തിന്റെയും സാധനങ്ങളുടെയും ചുമതല അദ്ദേഹം മകൻ ഹ്യൂറ്റസിനെ ഏൽപ്പിച്ചു. എന്നാൽ ടൈറ്റസ് വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അടുത്തപ്പോൾ സർഡോ പ്യൂണിക് സൈന്യത്തിന്റെ എണ്ണത്തിലെ മുൻതൂക്കം വ്യക്തമായിരുന്നു. പടിഞ്ഞാറ് കടലിനും കിഴക്ക് കുന്നുകൾക്കുമിടയിലായി കോർണസിലെ മതിലുകൾക്ക് പിന്നിൽ അവർ ശക്തമായ ഒരു സ്ഥാനത്ത് നിലയുറപ്പിച്ചു. എന്നാൽ അവർ പൂർണ്ണമായി യുദ്ധത്തിന് തയ്യാറായിട്ടില്ലെന്നും മതിലുകളിൽ അമ്പെയ്ത്തുകാരല്ലെന്നും ടൈറ്റസ് നിരീക്ഷിച്ചു. അവർ ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നി. അദ്ദേഹം റോമൻ സൈന്യത്തിന് മുന്നോട്ട് നീങ്ങാൻ ഉത്തരവിട്ടു. തന്റെ സൈനികരുടെ മോശം ശാരീരികാവസ്ഥയെക്കുറിച്ച് അറിവുള്ള ടൈറ്റസ് അവരുടെ വേഗത കുറച്ചു. ഇത് തളർന്ന സൈനികർക്ക് അവരുടെ രൂപീകരണം നിലനിർത്താൻ എളുപ്പമാക്കി. അടുക്കുമ്പോൾ എതിരാളികൾ ഭയന്ന് സ്വയം മുന്നോട്ടു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. സർഡോ പ്യൂണിക് സൈന്യം മുന്നോട്ടു വന്നാൽ അത് റോമൻ സൈന്യത്തിന് ഒരു അവസരം നൽകും. എന്നാൽ ഹിയോസ്റ്റസിന് ആക്രമിക്കാൻ ഉത്തരവുണ്ടായിരുന്നില്ല. ടൈറ്റസ് തന്റെ മുന്നേറ്റം നിർത്തി. എന്നാൽ അവർ അനങ്ങിയില്ല. കൂടുതൽ എണ്ണമുള്ള ഒരു സൈന്യത്തെ അവരുടെ പ്രതിരോധ സ്ഥാനത്തുനിന്ന് മാറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ റോമൻ ജനറൽ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചു. ഹിയോസ്റ്റസിന്റെ ധൈര്യത്തെയും പൗരുഷത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് കേട്ട് റോമൻ സൈനികർ ചിരിച്ചു. ആ ചിരി നഗരത്തിനുള്ളിൽ പോലും കേൾക്കാമായിരുന്നു. അപമാനിക്കപ്പെട്ട ഹിയോസ്റ്റസ് രോഷാകുലനായി. കുറച്ച് മിനിറ്റുകൾ നീണ്ട ഈ വാക്കുകൾക്ക് ശേഷം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപമാനിക്കപ്പെട്ട അവർ ആവേശത്തോടെ ആക്രമിച്ചു. തളർന്ന റോമൻ സൈന്യം ആ ആക്രമണത്തെ ചെറുക്കാൻ ബുദ്ധിമുട്ടി. എന്നാൽ അവർ ധൈര്യം കൈവിട്ടില്ല. പരിചയസമ്പന്നരായ സെഞ്ചൂളിയന്മാർ പരിചയുടെ മറവിൽ ഒതുങ്ങി നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ടൈറ്റസ് ആജ്ഞാപിച്ചു. ചിട്ടയില്ലാത്ത സർഡോ പ്യൂണിക് സൈന്യം പെട്ടെന്ന് തന്നെ ചിതറിപ്പോകാൻ തുടങ്ങി. പരിചയസമ്പന്നരായ റോമൻ സൈനികർ മുന്നോട്ടു നീങ്ങി. പരിചകളുടെ മറവിൽ നിന്ന് ശത്രുക്കളെ കുത്തി. തന്റെ സൈനികർക്ക് മുന്നിൽ അഭിമാനം രക്ഷിക്കാൻ ഹിയോസ്റ്റസ് നടത്തിയ ഈ ധൃതിയിലുള്ള ആക്രമണം ഒരു മോശം തീരുമാനമായിരുന്നുവെന്ന് വ്യക്തമായി. റോമൻ സൈന്യത്തെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ശക്തമായ പ്രതിരോധസ്ഥാനം ഉപേക്ഷിച്ചു. ശത്രുക്കൾക്കും കുന്നുകൾക്കും കടലിനും നഗരത്തിന്റെ മതിലുകൾക്കുമിടേതായി അദ്ദേഹം സ്വന്തം സൈന്യത്തെ കുടുക്കി. രക്ഷിക്കപ്പെടാൻ കഴിയാതെ ഹിയോസ്റ്റസിന്റെ സൈന്യത്തിന്റെ 60% പേരായ 5700 സൈനികരെ കൊലപ്പെടുത്തി. എന്നാൽ ക്ഷീണിതരായ റോമൻ സൈനികർക്കും നഷ്ടങ്ങൾ സംഭവിച്ചു. തന്റെ സൈനികർക്കിനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ടൈറ്റസ് പിൻവാങ്ങി. കോർണിയസിലെ റോമൻ വിജയം ഒരു സർഡോ പ്യൂണിക് സൈന്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ടൈറ്റസിന് അടുത്ത ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കാൻ കുറച്ച് സമയം ലഭിച്ചു. ക്ഷീണവും രോഗവും കാരണം അദ്ദേഹത്തിന്റെ നിരവധി സൈനികർ വഴിയിൽ മരിച്ചു. എന്നാൽ ടൈറ്റസിന്റെ വേഗത്തിലുള്ള നീക്കം കലാപികൾക്ക് ശക്തി നൽകിയിരുന്ന മികച്ച സൈനികരിൽ ചിലരെ കൊലപ്പെടുത്തി. ഇത് സർഡോ പ്യൂണിക് സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർത്തു. ഹാംസിക്കൂറ ഉൾപ്രദേശങ്ങളിൽ നിന്ന് സൈനികരെ കൂട്ടിച്ചേർത്താലും കാർത്തേജൻ സൈന്യം സഹായത്തിന് എത്തുന്നതുവരെ കാത്തിരിക്കാനാണ് അദ്ദേഹം സാധ്യത. ഇപ്പോൾ സർഡീനിയയിലെ റോമൻ സൈന്യം പിടിച്ചുനിന്നു. നേരത്തെ ഐബീരിയൻ കലാപം അടിച്ചമർത്തിയ ശേഷം ഏറ്റവും നേരത്തെ കരമാർഗം സൈന്യത്തെ ഇറ്റലിയിലെത്തിച്ച് സഹോദരൻ ഹാനിബാലിനൊപ്പം ചേരാനുള്ള കാർത്തേജിന്റെ ഉത്തരവുകൾ ലഭിച്ച ഹസ്ദ്രുബാൽ ബാർസ തന്റെ തയ്യാറെടുപ്പുകൾ തുടർന്നു. എന്നാൽ അദ്ദേഹം സെനറ്റിനയച്ച ഒരു വിശദമായ റിപ്പോർട്ടിൽ ഐബീരിയൻ ഉപദ്വീപിലെ കാർത്തേജൻ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഒരു പുതിയ സൈന്യത്തെയും കമാൻഡറെയും അയക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. എല്ലാം നന്നായി പോയാലും ഐബീരിയയിലെ തന്റെ പിൻഗാമികൾക്ക് അതൊരു സമാധാനപരമായ പ്രവിശ്യയായിരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കാർത്തേജൻ സെനറ്റിൽ വലിയ സ്വാധീനം ചെലുത്തി. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഹിമിൽക്കോ 20,000 സൈനികരെയും കപ്പൽ വ്യൂഹത്തെയും സമാഹരിക്കാൻ ഹിമിൽക്കോക്കിന് ചുമതലയേൽപ്പിച്ചു. കടലിലൂടെയും കടയിലൂടെയും ഐബീരിയെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് ചുമതല നൽകി. ഹസ്ദുർബാലിന്റെ വാക്കുകൾക്ക് കാമ്പുണ്ടായിരുന്നു. വരാൻ പോകുന്ന യുദ്ധത്തിന് പണം നൽകാൻ സാധനങ്ങൾ ശേഖരിക്കുന്നതും നികുതി പിരിക്കുന്നതും കാർത്തേജൻ സൈന്യം ഇറ്റലിയിലേക്ക് പോവുകയാണെന്ന കിംവദന്തികൾക്ക് കാരണമായി. ഇത് നാട്ടുകാർക്കിടയിൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. ഹസ്ദുർബാൽ ഇറ്റലിയിലേക്ക് പോയാൽ നിരവധി ഗോത്രങ്ങൾ റോമൻ പക്ഷത്ത് ചേരുകയോ കലാപം നടത്തുകയോ ചെയ്യുമെന്ന് ഒരു യാഥാർത്ഥ ഭീഷണിയുണ്ടായിരുന്നു. BC 216 അവസാനമായപ്പോൾ ഹിമിൽക്കോ അവരെ എത്തി. ഇതോടെ സ്കിപ്പിയോ സഹോദരന്മാരെ ഐബീരിയയിൽ നിന്ന് പുറത്താക്കുന്ന യുദ്ധത്തിന് തുടക്കമായി. ഹസ്ദ്രുബാലന് ഐബീരിയയിൽ സൈന്യബലം വർദ്ധിപ്പിച്ചപ്പോഴേക്കും യുദ്ധത്തിന്റെ 3ാം ശൈത്യകാലം എത്തി. എല്ലാ യുദ്ധമുഖങ്ങളിലും ഏറ്റുമുട്ടലുകൾ അവസാനിച്ചു. എന്നാൽ സിസിലിയിൽ ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ദ്വീപിന്റെ വടക്കും വടക്ക് കിഴക്കുമുള്ള ഗ്രീക്ക് നഗരങ്ങൾ റോമിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള അവസരമായി കണ്ട് റോമൻ ഭരണത്തിൽ നിന്ന് വേർപിരിഞ്ഞു.
പിന്നീട് വർഷാവസാനമായപ്പോൾ സിറാക്യൂസിലെ വൃദ്ധനായ സ്വേച്ഛാധിപതി ഹീറോൺ രണ്ടാമൻ മരിച്ചു. 50 വർഷം റോമിന്റെ വിശ്വസ്ത സഖികക്ഷിയായിരുന്ന അദ്ദേഹത്തിന് ശേഷം 15 വയസ്സുകാരനായ ചെറുമക്കൻ ഹീറോണിമസ് അധികാരമേറ്റു. ഇറ്റലിയിൽ ഹാനിബാലിന് ലഭിച്ച വിജയങ്ങൾ ദ്വീപിനെ എങ്ങനെ വിഭജിക്കാമെന്ന് ചർച്ച ചെയ്യാൻ ഹീറോണിമസിനെ പ്രേരിപ്പിച്ചു. കാർത്തേജിയൻ സിറാക്യൂസൻ വംശജരായ 2 പ്രതിനിധികൾ ഹിപ്പോക്രിറ്റിസും എപ്പിക്സൈഡസും ഹീറോണിമസിന്റെ അടുത്തേക്ക് വന്നു. സിസിലി മുഴുവൻ സിറാക്യൂസിന്റെ കൈവശമായിരിക്കുമെന്നവർ വാഗ്ദാനം ചെയ്തു. 3 മാസത്തോളം ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടം നടന്നു. ഒടുവിൽ കാർത്തേജിയൻ പക്ഷം വിജയിച്ചു. ഹീറോണിമസ് 10,000 സൈനികരുമായി ഹാനിബാലിന്റെ പക്ഷം ചേർന്നു. ഹിപ്പോക്രറ്റിസും എപ്പിസൈഡസും 4,000 പേരെ നയിച്ചു. ഇതിനു പുറമെ സിറാക്യൂസൻ സൈന്യവും കാർത്തേജിയൻ കപ്പലുകളുമായി ചേർന്നു. സിറാക്യൂസിന്റെ നീക്കം യുദ്ധത്തിന്റെ ഗതിയെ മാറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. റോമിൻ സിസിലിയിലുള്ള നിയന്ത്രണം അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ദ്വീപ് ആഫ്രിക്കൻ തീരത്തേക്ക് ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു താവളമായിരുന്നു. കൂടാതെ അത് ഇറ്റലിക്ക് ഒരു പരിചയായും വർത്തിച്ചു. എന്നാൽ കാർത്തേജിന് സിസിലിയിലെ തുറമുഖങ്ങൾ റോമൻ നഗരങ്ങൾക്കെതിരെ ആക്രമണം നടത്താനും ദക്ഷിണ ഇറ്റലിയിലേക്ക് സൈനികരെ സുരക്ഷിതമായി എത്തിക്കാനും ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഹാനിബാൽ പ്രതീക്ഷിച്ചിരുന്ന കൂടുതൽ സൈനികർ അദ്ദേഹത്തിന് നിർണായക വിജയം നൽകുമായിരുന്നു. സിസിലിയിലുണ്ടായിരുന്ന റോമിന്റെ മികച്ച സൈനികർ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി അപ്പിയസ് ക്ലോഡിയസിന്റെ 2 സൈന്യങ്ങളെ ഇറ്റലിയിലേക്ക് തിരികെ വിളിച്ചു. കാനയിൽ നിന്ന് രക്ഷപ്പെട്ട സൈനികരെ സിസിലിയിലേക്ക് അയച്ചു. ഒരു കാർത്തീജിയൻ അധിനിവേശം തടയാൻ കൂടുതൽ കപ്പലുകളെ സിസിലിയിലേക്ക് അയച്ചു. ബാക്കിയുള്ളവ ഇറ്റലിയുടെ തീരപ്രദേശങ്ങളിൽ നിരീക്ഷണം തുടർന്നു. അങ്ങനെ ബ്രുണ്ടീസിയത്തിനടുത്തുതിച്ച് ഒരു മസിഡോണിയൻ കപ്പൽ തടഞ്ഞു. കപ്പലിൽ മസിഡോണിയൻ കാർത്തേജിയൻ നയതന്ത്രജ്ഞരെയും ഹാനിബാളും ഫിലിപ്പും തമ്മിൽ സഖ്യത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്ന രേഖകളും റോമൻ സൈനികർ കണ്ടെത്തി. ഇത് ഹാനിബാളും ഫിലിപ്പും തമ്മിലുള്ള നിരവധി നയതന്ത്ര ദൗത്യങ്ങളിൽ ഒന്നുമാത്രമായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. മസിഡോണിയൻ ഭീഷണി ചെറുക്കാൻ മാർക്കസ് വാലേറിയസ് ലെവിനസിനെ അപ്പുളിയിലെ റോമൻ സൈന്യത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. അതേസമയം കാമ്പാനിയയിലൂടെ കടന്നുപോകുന്ന പ്രധാന വഴിയിൽ ഹാനിബാൽ പൂർണ്ണ നിയന്ത്രണം നേടുന്നത് തടഞ്ഞ നോളയിലെ മാഴ്സല്ലസിന്റെ ഇടപെടൽ കാരണം BC 215 കോൺസുലുകളിലൊരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിവുള്ള മറ്റൊരു കമാൻഡറായ ടിബേറിയസ് സംബ്രോണിയസ് ഗ്രക്കസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ. എന്നാൽ 2 പ്ലെബിയൻ കോൺസുലുകളുള്ളത് റോമൻ സെനറ്റിന് ഇഷ്ടമായില്ല. പ്രോ കോൺസുൽ പദവി നിലനിർത്തിക്കൊണ്ട് മാഴ്സല്ലസിലെ മാറ്റി ഫാബിയസ് മാക്സിമസിനെ കോൺസുലായി നിയമിക്കാൻ അവർ നിർബന്ധിച്ചു. ഹാനിബാലിനെതിരായ യുദ്ധത്തിൽ ഇറ്റലിയിലെ ചില സമൂഹങ്ങളിലെ സൈനികർക്ക് വലിയ നഷ്ടം സംഭവിച്ചതുകൊണ്ട് കാർത്തേജിയൻ പടത്തലവനുമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക എന്ന ഫാബിയൻ തന്ത്രത്തിലേക്ക് റോം തിരിഞ്ഞു. പല പട്ടണങ്ങളിലും വേഗത്തിൽ കോട്ടകൾ പണിയഴിച്ചു. ഭക്ഷ്യശേഖരം വർദ്ധിപ്പിക്കാനും ഹാനിബാളിന് കൊള്ളയടിക്കാൻ കഴിയുമായിരുന്ന വിളകൾ ഇല്ലാതാക്കാനും വിളവുകൾ മതിൽക്കെട്ടുള്ള നഗരങ്ങളിലേക്ക് മാറ്റാനും റോമൻ സെനറ്റ് ഉത്തരവിട്ടു. അത് പാലിക്കാത്ത കർഷകരുടെ ഭൂമിയും സ്വത്തും കണ്ടുകിട്ടുകയും ജയിലിലടയ്ക്കുകയും ഖനികളിൽ നിർബന്ധിതമായി പണിയെടുപ്പിക്കുകയും ചെയ്തു. ഹാനിബാളിനെ കീഴടക്കാൻ കഴിയാതെ അദ്ദേഹവുമായി ഏറ്റുമുട്ടാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് റോമിന്റെ തന്ത്രം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു. കാപ്പുവയിലെ 40,000 സൈനികർക്കും ബ്രൂട്ടിയത്തിലെ 20,000 അടങ്ങുന്ന ഹാനോയുടെ സൈന്യത്തിനും പുറമെ ഹാനിബാളിന് ദക്ഷിണ ഇറ്റലിയിൽ 8,000 റോമൻ സൈനികരെയും നേരിടേണ്ടി വന്നു. വസന്തകാലത്ത് ഹാനിബാൽ കാപ്പുവയിൽ നിന്ന് പുറപ്പെട്ട തിഫാത്ത പർവ്വതത്തിൽ ക്യാമ്പ് സ്ഥാപിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിന് തന്റെ ഇറ്റാലിയൻ സഖക്കാരെ പിന്തുണയ്ക്കാനും ആ പ്രദേശത്തെ റോമൻ ജനറൽമാരെ എതിരിക്കാനും കഴിയുമായിരുന്നു. ഇറ്റാലിയൻ സഖക്കാരിൽ നിന്നും കാർത്തേജിൽ നിന്നും വരുന്ന സൈന്യത്തിനും വിഭവങ്ങൾക്കും ഈ വലിയ പർവ്വതം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. മെഡിറ്ററേനിയനു പുറമെ ഹസ്ദ്രുബാൽ ന്യൂ കാർത്തേജിൽ സൈന്യത്തെ സമാഹരിച്ചു. എബ്രോയ്ക്കു വീണ്ടും വടക്കോട്ടു നീങ്ങി. കഠിനമായ ഒരു യാത്ര മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം യാത്രയ്ക്കു വേണ്ട പണവും കൂടുതൽ ഭക്ഷ്യസാധനങ്ങളും ശേഖരിച്ചു. ഇറ്റലിയിലേക്കുള്ള വഴിയിൽ ഗാലിക് പോരാളികളെയും നിയമിച്ചു. എന്നാൽ ഐബീരിയയിലെ റോമൻ സൈന്യത്തെ നശിപ്പിക്കുക എന്നതായിരുന്നു ഹസ്ദ്രുബാലിന്റെ പ്രധാന ലക്ഷ്യം. ഹസ്ദ്രുബാലിന്റെ പദ്ധതികളെക്കുറിച്ച് സ്കിപ്പിയോ സഹോദരന്മാർക്കറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവുകളും തയ്യാറെടുപ്പുകളും അവരിലേക്ക് എത്തിയിരുന്നു. എന്ത് അപകടമാണ് വരാനിരിക്കുന്നതെന്ന് അവർക്ക് നന്നായി അറിഞ്ഞിരുന്നു. ഹസ്ദ്രുബാൽ ഇറ്റലിയിൽ ഹാനിബാളുമായി ചേർന്നാൽ റോമന്റെ അന്ത്യമായിരിക്കും ഫലം. എന്നാൽ 1973 BCയിൽ ഇന്ത്യയിൽ വന്നതിനുശേഷം ഒരിക്കലും പരാജയപ്പെടാത്തതുകൊണ്ട് സ്കിപ്പിയോകൾക്ക് അവരുടെ സൈനികരിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട് എബ്രോയ്ക്കു കുറുകെ റോമൻ പക്ഷത്തേക്ക് കൂറുമാറിയ ഒരു പട്ടണമായ അംബോസിഡിയിലെത്തി. തുടർന്ന് കാർത്തേജിയൻ സഖ്യക്കാരെ ആക്രമിച്ചു. നദിക്കു മുകളിലേക്ക് നീങ്ങിയപ്പോൾ ഒരു ചെറിയ സംഘം നദിയുടെ വടക്കുവശത്ത് നിലയുറപ്പിച്ചു. ഗ്നേയ സൈന്യത്തിന്റെ പ്രധാന ഭാഗത്തെ നദിയുടെ തെക്കുഭാഗത്തുകൂടെ നയിച്ചു.
കരയിലെ നീക്കങ്ങളെ പിന്തുണയ്ക്കാൻ പബ്ലിയസ് കപ്പൽ വ്യൂഹത്തെ നദിയിലേക്ക് നയിച്ചു. അവരുടെ പ്രധാന ലക്ഷ്യം ഹിബേറിയായിരുന്നു, ആ പ്രദേശത്തെ ഏറ്റവും സമ്പന്നമായ നഗരം. തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന നഗരം പ്രധാന നദിക്കു കുറുകെയുള്ള വഴിയെയും അതിന്റെ തുറമുഖത്തിൽ നിന്ന് എബ്രോ നദിയിലെ യാത്രകളെയും നിയന്ത്രിച്ചിരുന്നു. ഹിബേരിയെ കീഴടക്കുകയും ചുറ്റുമുള്ള പട്ടണങ്ങളെയും നാട്ടിൻപുറങ്ങളെയും ചുട്ടരിക്കുകയും ശത്രുക്കളുടെ മുന്നേറ്റം തടയാൻ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഹസ്തിർബാലന്റെ സൈന്യം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മതിലുകൾക്ക് പിന്നിൽ ഹിബേരിയെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ സഖക്കാരെ രക്ഷിക്കാൻ തിടുക്കം കാണിച്ചില്ല. പകരം അദ്ദേഹം അംബോസ്റ്റയിലേക്ക് നീങ്ങി. എബ്രോയുടെ നദീമുഖത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ പട്ടണം മറ്റു നഗരങ്ങളെക്കാൾ വലുതായിരുന്നു, കൂടാതെ പ്രധാന ധാന്യപ്പുരകളും അവിടെയുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിന്റെ പ്രതിരോധം ഹിബേരയേക്കാൾ അത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അംബോസ്ത വീണാൽ റോമൻ സൈന്യത്തിനും കപ്പൽ വ്യൂഹത്തിനും അവരുടെ പ്രധാന ക്യാമ്പ് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനുപരി ഹസ്ദുർബാലിന് തടസ്സമില്ലാതെ എബ്രോ കടക്കാനും സൈന്യത്തെ റോമനും ട്രാക്കോനും ഇടയിൽ നിർത്താനും കഴിഞ്ഞു. ഇത് അവരുടെ വിതരണ ശൃംഖലയെ തകർക്കുമായിരുന്നു. കാർത്തേജീനാർക്കത് സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഇറ്റലിയിലേക്കുള്ള യാത്ര തുടരാൻ അവർക്ക് എബ്രോയുടെ വടക്കുഭാഗത്തുള്ള റോമൻ സ്ഥാനങ്ങളെ കീഴടക്കേണ്ടിയിരുന്നു. അവർക്ക് ഒരു വലിയ യുദ്ധം ആവശ്യമായിരുന്നു. അങ്ങനെ റോമന്മാരെ ഒരു നിർണായക ഏറ്റുമുട്ടലിലേക്ക് ആകർഷിക്കാൻ ഹസ്ദ്രൂബാൾ ആഗ്രഹിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചു. സ്കിപ്പിയോ സഹോദരന്മാർ ഹിബേറയിലെ ഉപരോധം ഉപേക്ഷിച്ച് അംബൊസ്തയിലേക്ക് നീങ്ങി. റോമൻകാർക്ക് നേരിടേണ്ടി വരുമായിരുന്ന പ്രശ്നങ്ങൾക്കു പുറമേ ഹസ്ദ്രൂബാളിനെ വെല്ലുവിളിക്കാത്തത് അവരുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുമായിരുന്നു. ഒരു റോമൻ സഖ്യകക്ഷിയെ അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കുന്നത് മറ്റു സമൂഹങ്ങളുടെ വിശ്വസ്തതയെ ഇളക്കിമറിക്കുമായിരുന്നു. സ്കിപ്പിയോകൾക്ക് പ്രവർത്തിക്കേണ്ടിയിരുന്നു. എബ്രോ നദിക്ക് തെക്ക് ഒരു സമതലത്തിൽ രണ്ടു സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറായി. റോമൻ സൈന്യം അവരുടെ പരമ്പരാഗത രൂപീകരണത്തിലാണ് വിന്യസിച്ചത്. മുൻനിരയിൽ വെലൈറ്റുകളും അതിനു പിന്നിൽ കാലാൾപ്പടയുടെ 3 നിരകളും, ഇരുവശത്തും ഇറ്റാലിയൻ സഖ്യകക്ഷികളും ഐബീരിയൻ സൈനികരുമുണ്ടായിരുന്നു. അവരുടെ പുറകിലായി കുതിരപ്പടയുമുണ്ടായിരുന്നു. ഹസ്ദ്രൂബാൾ ഐബീരിയൻ ലിഗൂറിയൻ കൂലിപ്പടയാളികളെ മധ്യഭാഗത്തും ഇരുവശത്തും പ്യൂണിക് ലിബിയൻ കാലാൾപ്പടയെയും വിന്യസിച്ചു. നുമീഡിയൻ ലൈറ്റ് മൗറി കുതിരപ്പടകൾ വലതുഭാഗത്തും നിലയുറപ്പിച്ചു. ഇടതുഭാഗത്ത് ഐബീരിയൻ ലിബിയൻ പ്യൂണിക് കുതിരപ്പടകളും ഇരുവശത്തും ആനകളും നിലയുറപ്പിച്ചു. എബ്രോയുടെ തെക്കുഭാഗത്തായിരുന്നതുകൊണ്ട് ഗ്നേയസിന് മുന്നോട്ട് നീങ്ങേണ്ടി വന്നു. കാർത്തേജിയക്കാർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നദി മുറിച്ചുകിടക്കുന്നത് വളരെ അപകടകരമായിരുന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ ഹസ്ദ്രൂബാൾ ഐബീരിയൻ കാലാൾപ്പടയെ പിന്നോട്ടു വലിച്ചു. നുമേഡിയൻ മൗറി വിഭാഗങ്ങൾ അവർക്കെതിരെയുള്ള ഇറ്റാലിയൻ കുതിരപ്പടയെ ആക്രമിച്ചു. ഇടതുഭാഗത്ത് ഐബീരിയൻ ലിബിയൻ പ്യൂണിക് കുതിരപ്പട റോമൻ കുതിരപ്പടയേക്കാൾ മികച്ചതാണെന്ന് തെളിയിച്ചു. പിന്നീട് ആസൂത്രണം ചെയ്തതുപോലെ ലിബിയൻ പ്യൂണിക് കാലാൾപ്പട റോമൻ കാലാൾപ്പടയെ ആക്രമിച്ചു. 1 വർഷം മുൻപ് കാനയിൽ തന്റെ സഹോദരൻ ചെയ്തതുപോലെ ഹസ്ദ്രൂബാൾ റോമൻ സൈന്യത്തിന്റെ മധ്യഭാഗത്തെ പിടിച്ചു നിർത്താൻ ആഗ്രഹിച്ചു. എന്നാൽ തങ്ങളുടെ വീടുകളിൽ നിന്ന് ദൂരെയായി ഇറ്റലിയിലേക്ക് യാത്ര ചെയ്യാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഐബീരിയൻ സൈനികർക്ക് ഉത്സാഹമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് റോമൻകാർക്ക് അവരുടെ വീടുകളിലേക്കുള്ള മടക്കം ഈ യുദ്ധത്തിന്റെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും എന്നറിയാമായിരുന്നു. അവർ ഒന്നുകിൽ ജയിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യാൻ തയ്യാറായിരുന്നു. പെട്ടെന്ന് തന്നെ ഐബീരിയന്മാർക്ക് ധൈര്യം നഷ്ടപ്പെട്ടു. റോമൻ കാലാൾപ്പടയുടെ മുന്നേറ്റത്തിനു മുന്നിൽ അവർ തകർന്നു ചിതറിപ്പോയി. ഹസ്ദ്രൂബാളിന്റെ പദ്ധതി തകർന്നു. അദ്ദേഹത്തിന്റെ കുതിരപ്പട യുദ്ധത്തിലായിരുന്നപ്പോൾ ലിബിയൻ പ്യൂണിക് കാലാൾപ്പട മാത്രമായിരുന്നു റോമൻ സൈന്യത്തെ നേരിട്ടിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ പിന്നോട്ടു തള്ളപ്പെട്ടു. സൈന്യം തകർന്നത് കണ്ട കാർത്തേജിയൻ കുതിരപ്പടയും പിൻവാങ്ങി. ഹസ്ദ്രൂബാളും രക്ഷപ്പെട്ടു. തന്ത്രപരമായി അദ്ദേഹത്തിന് സൈന്യത്തിന്റെ സമ്പാദ്യം കൊണ്ടുപോകാൻ കഴിഞ്ഞു. കനത്ത പോരാട്ടത്തിൽ ലിബിയൻ പ്യൂണിക് കാലാൾപ്പട അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ചതും വിശ്വസ്തരുമായ സൈനികർ നശിച്ചു. ബാക്കിയുള്ളവർ സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടു. വിജയം നേടിയെങ്കിലും സ്കിപ്പിയോകൾ സ്വന്തമായി മറ്റൊരു യുദ്ധത്തിന് മുതിർന്നില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. ഇറ്റലിയിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചതുകൊണ്ട് റോമിൽ നിന്ന് കൂടുതൽ സൈനികരെത്താൻ സാധ്യതയുണ്ടായിരുന്നില്ല.